ഹായ് ഡിയർ സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജഡ്ജി ആണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ നന്ദുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കരമായിട്ട് നന്ദുവിനെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്. നമ്മുടെ ജഡ്ജിക്കാണെങ്കിൽ ഏകദേശം നമ്മുടെ ഇസബെല്ലയുടെയും കെവിൻ്റെയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അയാളൊക്കെ തട്ടിപ്പാണ്, അയാളുടെ കൂട്ടുകെട്ടൊക്കെ ഭയങ്കര മോശമാണെന്നൊക്കെ പ്രഭാവതിയോട് പറയുന്നുണ്ടെങ്കിലും പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും അങ്ങനെ വരില്ലല്ലോ, എന്തായാലും നല്ലൊരു കാര്യമാണല്ലോ അവർ ചെയ്യുന്നത്, നന്ദുവിനെ രക്ഷിക്കാനാണ് അവർ നോക്കുന്നത്, അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ നമ്മുടെ പ്രഭയോട് പറയുന്നുണ്ട്. അതേശം നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട് നിനക്ക് എത്ര ഉറപ്പാണെങ്കിൽ തന്നെ അതൊന്നും നടക്കാൻ പോകുന്നില്ല പ്രഭയെ, എത്രയൊക്കെ ആണെങ്കിലും അവർക്ക് എന്തൊക്കെയോ ഇതിൽ നിന്ന് അറിയാമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പ്രഭയെ, എന്തായാലും സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ, അങ്ങനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പ്രഭ ചോദിക്കുന്നുണ്ട് ജഡ്ജിയോടാണെങ്കിൽ. ജഡ്ജി പറയുന്നുണ്ട് എന്ത് ചെയ്താലും എന്ന് എനിക്കറിയില്ല, പക്ഷേങ്കിൽ ആദ്യം ആ കാര്യങ്ങളൊന്ന് കണ്ടെത്തണം, അവൻ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാരണം അവരുടെ വീട്ടിൽ പോയ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, എല്ലാം തന്നെ എനിക്ക് നന്ദുവിനോടൊന്ന് സംസാരിക്കണം, അതിനുശേഷം മാത്രമേ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ആലോചിക്കാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട്. അതിനുശേഷം ഋഷിയോട് അരുന്ധതി പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ നിർത്തണം, കാരണം എന്ന് വെച്ചാൽ ഇത് ഇപ്പോഴെങ്കിലും നിർത്തിയില്ലെങ്കിൽ ഇനി ഒന്നിനും കൊണ്ടും നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവില്ല. ഇസബെല്ലയോട് പറയാൻ മാത്രം എനിക്ക് ആളല്ല ഞാനെന്ന് എനിക്കറിയാം, എന്നാലും കെവിനെ നിന്നോട് ഞാനായിട്ട് പറയണം, നീ ഒരു കുടുംബജീവിതത്തിലൊക്കെ കിടക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ ഋഷി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിർത്തിയില്ലെങ്കിൽ കുടുംബജീവിതം ഒന്നും തന്നെ ഉണ്ടാവില്ല, ജയിലിനകത്തായിരിക്കും ജീവിതം തന്നെ മറിയാൻ പോകുന്നത്. അപ്പോൾ കെവിയും ഇസബെല്ലയൊക്കെ പറയുന്നുണ്ട് ആൻറ്റി ഒന്നും കൊണ്ട് പേടിക്കണ്ട, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആൾക്കാർ വന്നതുപോലെ ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് ആൾക്കാർ പോകും, ഇനി എന്തായാലും ഈ വീട്ടിൽ ഒരാൾ പോലും എത്തി നോക്കുകയും വരില്ല, ആൻറ്റി അതോർത്ത് ഇനി പേടിക്കേണ്ടതില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കാളെന്നൊക്കെ ഇസബെല്ല പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നന്ദുവിനോട് നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട് നീ എന്തായാലും എൻ്റെ കൂടെ വന്നേ മതിയാവുള്ളൂ, എന്തായാലും എനിക്ക് ആ കാര്യങ്ങൾ അറിഞ്ഞേ മതിയാവുള്ളൂ, എവിടെയാണ് കുഴിച്ചിട്ടത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നീ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരണം. അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല സാറേ, എന്തായാലും ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ എന്നെ അറസ്റ്റ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട് മര്യാദയ്ക്ക് സാറ് പറയുന്ന പോലെ എല്ലാം ചെയ്ത് കൊടുത്തോണം, അമ്മയും അച്ഛനും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ സമയമാണ് നീ നന്ദു വേസ്റ്റാക്കുന്നത്, നിനക്കെന്താ ആരെങ്കിലും പേടിയാണോ, മറ്റാരുടെയും കൂടെ സത്യം തെളിയുമെന്നുള്ള പേടി കൊണ്ടാണോ നീ സാറിൻ്റെ കൂടെ പോവാതിരിക്കുന്നത്, എന്തായാലും നീ സാറിൻ്റെ കൂടെ പോയേ മതിയോ എന്നൊക്കെ ദേവിക നന്ദനോട് പറയുന്നുണ്ട്. നന്ദനാണെങ്കിൽ ദേവിയോട് പറയുന്നുണ്ട് അതൊന്നുമല്ല ദേവിയെ, ഞാൻ എന്തായാലും പോവാം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പിന്നെ അത് പോയോണ്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നന്ദനോട് ദേവിക പറയുന്നുണ്ട് എന്തായാലും സാറിൻ്റെ കൂടെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ ഇസബെല്ലയും പാപ്പനും കെവിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇനി എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആൾ പോയി നന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേ മതിയാവുള്ളൂ, ഞാനൊരു കാര്യം തന്നെ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇസബെല്ല പറയുമ്പോൾ കെവിൻ ചോദിക്കുന്നുണ്ട് അതെന്താ ഇസബെല്ല, എന്ത് കാര്യമാണ് പ്ലാൻ ചെയ്ത് കൂട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇസബെല്ല പറയുന്നുണ്ട് നന്ദനെ അവിടുന്ന് ചന്ദ്രോത്തിൽ നിന്ന് മാറ്റിയാൽ മതിയാവുള്ളൂ, കാരണം ചന്ദ്രോത്തിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം പ്ലാനോടെ നടക്കാൻ പാടുള്ളൂ, നന്ദൻ അവിടെ ഉള്ളിടത്തോളം കാലം പോലീസും കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടേ വന്നിരിക്കും, അതുകൊണ്ട് നമുക്കൊന്നും സ്വന്തമാക്കാനോ ഒന്നും തന്നെ കഴിയില്ല, നമുക്ക് നന്ദനെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റിയാൽ മാത്രമേ ആ കേസിൽ കുറച്ച് താമസിപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ, അതുകൊണ്ട് നന്ദനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടതെന്നൊക്കെ ഇസബെല്ല പറയുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഋഷിയാണെങ്കിൽ നമ്മുടെ അരുന്ധതിയോട് പറയുന്നുണ്ട്. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഇനി അവനെ കിഡ്നാപ്പ് ചെയ്താൽ അടുത്ത കേസായിട്ട് വേറെ വലിയൊരു പ്രശ്നം തന്നെയായിട്ട് ആവും ഇനി ജീവിതത്തിൽ വരാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾക്കിടയിൽ മറ്റൊരു പ്രശ്നത്തെയും കൂടെ കണ്ടെത്തി കൊണ്ടുവരല്ലേ, ഉള്ള പ്രശ്നങ്ങളെല്ലാം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ നോക്കുന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട്. അരുന്ധതി പറയുന്നൊന്നും തന്നെ ഋഷി കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഋഷിയാണെങ്കിൽ നമ്മുടെ അരുന്ധതിയോട് പറയുന്നുണ്ട് അമ്മ എന്തായാലും എല്ലാം അറിയിക്കുന്നത് ഞാൻ അമ്മയോടെല്ലാം പറയുന്നതാണ്, അല്ലാതെ അമ്മ കൂടുതലൊന്നും ഇതിൽ ഇടപെടേണ്ട, എന്തായാലും നന്ദനെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഇനി അങ്ങനെയായിരിക്കും, എന്തായാലും നന്ദനെ കുറച്ചു കാലം അവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഈ കേസ് ഒന്ന് ഒതുങ്ങി തീർക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ അരുന്ധതിയോട് ഋഷി പറയുന്നുണ്ടെങ്കിലും ഋഷിയാണെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാത്തത് കൊണ്ട് തന്നെ നമ്മൾ അരുന്ധതിക്ക് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്, തൻ്റെ മകൻ ഓരോ നിമിഷത്തിലേക്കും അവൻ്റെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ഇനി എന്തൊക്കെയാണ് കാണാൻ വരുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതിനുശേഷമാണെങ്കിൽ പ്രഭാവതി ആണെങ്കിൽ നമ്മുടെ വക്കീലിനോടും ജഡ്ജിയോടൊക്കെ പറയുന്നുണ്ട് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എന്ത് വേണമെങ്കിലും ഞാനതിന് ചെയ്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ പ്രഭാവതി ആണെങ്കിൽ നമ്മുടെ ജഡ്ജിയോട് പറയുന്നുണ്ട്, എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്, അവൻ ഒറ്റയ്ക്ക് എന്തായാലും ഒരാളെ കൊല ചെയ്യില്ലെന്ന് ജഡ്ജിക്കും അറിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട്, അതെനിക്ക് തീർച്ചയായിരുന്നു, ഒരാൾക്ക് എന്തായാലും ഒരാളെ കൊല്ലാനുള്ള ഇതൊന്നും കഴിയില്ല, പിന്നെ നന്ദനെ പിന്നെ തീരെ അതിന് സാധിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അവൻ്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ പ്രഭയോട് ചോദിക്കുമ്പോൾ പ്രഭ പറയുന്നുണ്ട്, ഉണ്ട്, കെവിൻ ഉണ്ടായിരുന്നു. അങ്ങനെ കെവിനിലേക്ക് നമ്മുടെ യാദൃശ്ചികമായിട്ടും വഴിത്തിരിവ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ നന്ദനയാണെങ്കിൽ ചെയ്തിരിക്കുകയാണ് കെവിനും ഇസബലൊക്കെ കൂടെയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെ വഴിത്തിരിവ് അതിൽ കാണാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. ബായ്.